മൺസൂൺ ചിത്രകലാ ക്യാമ്പിന്റെ ഭാഗമായിട്ട് ഇന്ന് കഥകളി ഡെമോൺസ്ട്രേഷൻ അഥവാ അതിനെ മലയാളീകരിച്ച് പറയുകയാണെങ്കിൽ സ്വോദാഹരണ പ്രഭാഷണ പരിപാടി എന്നാണ് അതിൻ്റെ അന്വയാർത്ഥം. അതിൻ്റെ സങ്കേതങ്ങളെക്കുറിച്ചോ അവതരണ രീതിയെക്കുറിച്ചോ അതിൻ്റെ ശൈലിയെക്കുറിച്ചോ ഇതെന്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്നുള്ളതിനെക്കുറിച്ചോ ഒക്കെ അറിയേണ്ടത് അത്യാവശ്യമാണ് ഓരോ കേരളീയനും. അവിടെയാണ് കഥകളി കണ്ടറിയണം എന്ന് ഞാൻ പറയുന്നത്. അങ്ങനെ അറിയാതെ പോയതിൻ്റെ ഒത്തിരി വിഷമസന്ധികളെ കണ്ടറിയുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതായത് യശസ്വരീനായ പത്മശ്രീ കലാമണ്ഡലം കൃഷ്ണനാരായണന്റെ കൂടെ മണിപ്പൂർ കൾച്ചറൽ പരിപാടിക്ക് ഞാനും കൂടി അദ്ദേഹത്തോടൊപ്പം ബാഗൊക്കെ തൂക്കി പരിപാടി അവതരിപ്പിക്കുവാൻ പോകേണ്ടി വന്നു. ആ സന്ദർഭത്തിൽ കഥകളിയുടെ സങ്കേതങ്ങളെ കുറിച്ച് രണ്ടു വാക്ക് പറയുവാൻ അന്നവിടെ VIP-കളായിട്ടുള്ള അനവധി ആൾക്കാർ പാന്റും ഷൂട്ടും കോട്ടും ഒക്കെ വന്നിട്ട് മുൻനിരയിൽ ഇരിപ്പുണ്ടായിരുന്നു. ഒരുപക്ഷെ മറ്റു പല കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അതിനെക്കുറിച്ച് പറയാൻ പ്രാപ്തരാണെങ്കിൽ പോലും നമ്മുടെ കലയായിട്ടുള്ള കേരളത്തിന്റെ തനത് കലയായിട്ടുള്ള കഥകളിയെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയണമെന്ന് പറഞ്ഞപ്പോൾ കൈമണത്തി കാണിച്ചു. ഇതിൽ പരം പോരായിക എന്താണ് ഉള്ളത് എന്ന് അന്നത്തെ ഞാൻ കുട്ടിയായിട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ചെറുപ്പമായിട്ടിരിക്കുന്ന കാലത്ത് ചിന്തിച്ചു. ഒരുപക്ഷെ അതായിരിക്കണം ഈ കഥകളി ഡെമോൺസ്ട്രേഷൻ അവതരിപ്പിക്കുവാൻ എനിക്ക് പ്രചോദനമായത്. സത്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ആംഗിക ഭാഷയെ കൊണ്ട് പ്രസംഗിക്കുന്ന ഞാൻ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഇപ്പൊ പ്രസംഗമാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ എന്തെങ്കിലും കഥകളിയെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്ന അവസരത്തിൽ അതിന് വാക്കുകളും വാചകങ്ങളും ഒക്കെ അത്യാവശ്യമാണ്. അത് കിട്ടിയത് ഞാൻ പഠിച്ചിട്ട് തന്നെയാണ്. സത്യം പറയട്ടെ, ഇത് മറ്റുള്ളവരെ ഒന്ന് പറഞ്ഞു ബോധ്യപ്പെടുത്തുവാൻ, പറഞ്ഞ് അറിയിക്കുവാൻ, കാണിച്ച് മനസ്സിലാക്കുവാൻ, അത് ഏത് രീതിയിൽ വേണം എന്ന് പറയാൻ വേണ്ടി ഞാൻ പറയാൻ പഠിച്ചു. സത്യം, എൻ്റെ വീട്ടിൽ കഥമൊക്കെ അടച്ചിരുന്നാണ് പല പ്രാവശ്യം പല പ്രാസംഗികർ പറയുന്നത് കേട്ടും കണ്ടും ഒക്കെ പിന്നീട് ഒരു പ്രാക്ടീസ്, ഒരു പരിചയം നേടുന്നതിന്റെ ഭാഗമായിട്ട് കഥ അടച്ച് ഇരുന്ന് ചിലപ്പോൾ ബാത്റൂമിൽ പോകുമ്പോഴായിരിക്കും ഞാൻ സംസാരിച്ച് പഠിക്കാറുണ്ടായിരുന്നു. ഇപ്പൊ പറയുന്നത് മുഴുവൻ പഠിച്ചു എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എങ്കിലും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ആൾക്കാരെ പറഞ്ഞ് ധരിപ്പിക്കുവാൻ കഴിയുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. നമ്മുടെ മലയാള ഭാഷ കൊണ്ട് സാഹിത്യമൊക്കെ കലർത്തിയ ഒരു പ്രസംഗമാണ് എന്ന് ഞാൻ പറയുന്നില്ല. എന്നപോലെ നമ്മുടെ കേരളത്തിന്റെ കലയായിട്ടുള്ള കഥകളിയെക്കുറിച്ച് രണ്ടു വാക്ക് എവിടെയെങ്കിലും ചെന്ന് നിന്ന് പറയാൻ കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും അഭിമാനം തന്നെയാണ്. അത് ഞാൻ കുറച്ചു മുമ്പ് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ സഹവർത്തിത്വം, എൻ്റെ കൂട്ടുകാരുമായിട്ടുള്ള സഹവർത്തിത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ കഥകളി പഠിപ്പിക്കുന്നവർ ചിത്രകലയൊന്നും പഠിപ്പിക്കുന്നില്ല, ശില്പകല പഠിപ്പിക്കുന്നില്ല. കണ്ടറിയുകയായിരുന്നു, അന്വേഷിച്ച് കണ്ടെത്തുകയായിരുന്നു. അപ്പൊ നേരത്തെ നമ്മുടെ സദാശിവൻ പറഞ്ഞതുപോലെ തന്നെ എന്താണ് കഥകളി എന്ന് എന്നോട് ചോദിച്ചറിഞ്ഞു, കണ്ടറിഞ്ഞു, കേട്ടറിഞ്ഞു. ഞാനും അതുപോലെ തന്നെ ഞങ്ങളുടെ പിന്നെ സ്ഥാപനത്തിൽ നിന്ന്, കലാലയത്തിൽ നിന്ന്, സുഹൃത്തുക്കളോട് സഹവർത്തത്തിൽ കൂടെ കണ്ടറിയുകയായിരുന്നു, ചോദിച്ചറിയുകയായിരുന്നു, കേട്ടറിയുകയായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിന്റെ കലയെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തേണ്ടത് ഇവിടുത്തെ ഓരോ പൗരന്റെയും ആവശ്യമാണ്. അപ്പോൾ ഇത് പല വേദികളിൽ അവതരിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ, അതായത് ഈ കഥകളി ഡെമോൺസ്ട്രേഷൻ, അത് നല്ലതാണ്. കഥകളിയെക്കുറിച്ച് നമ്മുടെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ അത്യാവശ്യം കാണാനും കേൾക്കാനും കണ്ടു രസിക്കാനും അറിയുവാനും ഒക്കെ ഇത് ഉപകരിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് എൻ്റെ പരിപാടി വേദിയിൽ അവതരിപ്പിക്കുവാൻ നിർബന്ധിതനായിരിക്കുന്നത്.